all the non-Malayali speakers can discontinue. അപ്പം ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 3 ശ്ലോകങ്ങളാണ്. ഇത് 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എടുത്ത ശ്ലോകമാണ്. ചാപ്റ്റർ 3 ശ്ലോക 16, ശ്ലോക 17, ശ്ലോക 18. അപ്പോൾ ശ്ലോക 16 എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാം സൈക്കിളാണ്. ഇപ്പോൾ ജലം എടുത്തു കഴിഞ്ഞാൽ ജലത്തിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രം. ജലത്തിന്റെ നീക്കം ഒരു ചക്രം പോലെയാണ്. അതായത് വെള്ളമാവുന്നു, അത് പിന്നെ ആവിയാവുന്നു, അത് പിന്നെ മേഘമാവുന്നു, മേഘം മഴയാവുന്നു, അത് തിരിച്ചു വീണ്ടും വെള്ളമാവുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഫലങ്ങളും. അത് ഇങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, അതായത് കാഴ്ച, കേൾവി, സ്വാദ്, സ്പർശം, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ദുഃഖം ഉണ്ടാവുന്നുണ്ട്. ആ ദുഃഖം ചക്രം പോലെ കറങ്ങി ആ ദുഃഖം നമ്മളിലോട്ട് തന്നെ വരും. കുറച്ചുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം വെച്ച് പറയാം. അതായത് നമ്മൾ മധുരം കഴിക്കുന്നു. മധുരം കഴിക്കുമ്പോൾ നമ്മുടെ നാവിന് ഇപ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട്, അതായത് നമ്മുടെ ഒരു ഇന്ദ്രിയത്തിന് സുഖം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എന്ത് പറ്റുന്നു? അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കടന്ന് അത് പ്രമേഹമായി, കൊളസ്ട്രോളായി, അത് ഭാവിയിൽ നമ്മളെ ബാധിക്കുന്നു. ഇതേപോലെ തന്നെ ഏത് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനായി നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ അനന്തര ഫലം നമ്മൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും മറ്റുള്ളവർക്കും ലോക നന്മയ്ക്കുമായി ഓരോ കാര്യങ്ങൾ ചെയ്യുക. സ്വയം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. ചാപ്റ്റർ 17 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അഹംഭാവത്തെ പറ്റിയാണ് പറയുന്നത്. ഈ അഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പേരുണ്ട്. നമ്മൾ ഈ ലോകത്തോട്ട് ജനിച്ചു വന്നപ്പോ ഈ ലോകം തന്ന പേരാണ് നമ്മളുടെ പേര്. അപ്പോ ഈ പേരിനെ സുഖം കൊടുക്കാനായിട്ട്, അതായത് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ കുറെ സ്ഥലങ്ങളിൽ പോയി സുഖിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പേരിനെ തൃപ്തിപ്പെടുത്താനായിട്ട്, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറെ പേര് എന്നെ ഭാവിയിൽ ഓർക്കും, അല്ലെങ്കിൽ ഈ പേരിന് സന്തോഷം കൊടുക്കാനായിട്ട്, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സന്തോഷം കിട്ടും, എൻ്റെ പേരിന് സന്തോഷം കിട്ടും, എല്ലാവരും എന്നെ വളരെ വലിയ ആളായി കരുതും, അപ്പോൾ എൻ്റെ പേരൊരു സന്തോഷമായി. അങ്ങനെയുള്ള പേരിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഹംഭാവത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് അഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം അഹത്തിന് അനുയോജ്യമായി വന്നില്ലെങ്കിൽ അതെന്ത് പറ്റും? അതായത് നമ്മുടെ പേര് നന്നാവണം എന്ന് പറഞ്ഞ് ചെയ്തൊരു കാര്യം നന്നായില്ല, നമുക്ക് ദേഷ്യം വരും. ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ എന്താവും? അത് നമ്മുടെ ബുദ്ധിയെ ബാധിക്കും. നമ്മുടെ ബുദ്ധിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാവുന്നു, നമ്മളുടെ ജീവിതം താറുമാറാവുന്നു, അങ്ങനെ നമ്മൾ നശിച്ചു പോകുന്നു. അപ്പൊ ഒരിക്കലും അഹത്തിന് വേണ്ടി ചെയ്യരുത്. അഹത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് നാശത്തിലായിരിക്കും. എപ്പോഴും ബ്രഹ്മത്തിന് വേണ്ടി ചെയ്യുക, സമൂഹത്തിന് വേണ്ടി ചെയ്യുക, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രദമാവും. അല്ലെങ്കിൽ അഹത്തിന് വേണ്ടി ചെയ്താൽ അത് നാശത്തിലോട്ടായിരിക്കും പോവുക. ശ്ലോക 18 പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണം. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം വരികയാണ്. അവിടെ നമ്മൾക്ക് തീരുമാനം എടുക്കാം, അത് ചെയ്യണോ അത് ചെയ്യണ്ടയോ. അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം ഒരു ചക്രത്തിലൂടെ പോകുന്നു, ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലവും ഒരു ചക്രത്തിലൂടെ പോകുന്നു. ഈ ചക്രം ഏതി കൂടെയാ പോകുന്നത്? ഈ ചക്രം പ്രപഞ്ചത്തിലോട്ടാണ് പോകുന്നത്. പ്രപഞ്ചത്തിലോട്ട് പോയി ആ ഫലത്തിന്റെ ഒരംശം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും, എല്ലാ മനുഷ്യരിലും, എല്ലാ അണുക്കളിലും
എല്ലാ മൃഗങ്ങളിലും പഞ്ചഭൂതങ്ങളിലും ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രപഞ്ച നന്മ എന്ന ഭാവം ഉൾക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നന്മയായി പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം എപ്പോഴും പ്രപഞ്ച നന്മ ഭാവത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പ്രപഞ്ചത്തിന് ഒരു നന്മ ഉണ്ടാവും. ആ നന്മ നമ്മളിലോട്ടും തിരിച്ചു വരും. സോ എപ്പോഴും ഒരു ത്യാഗ മനോഭാവം അല്ലെങ്കിൽ പ്രപഞ്ച നന്മ മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. നമോ നാരായണ.